ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സ്വരത്തിന് ചെവി കൊടുത്താൽ തീർച്ചയായും കർത്താവ് നിങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിച്ചിരിക്കും. ഇന്ന് നാം ഒത്തിരി പേര് പറഞ്ഞ വാക്കുകളെ ശ്രദ്ധാപൂർവം കേട്ട് അയവിറക്കി ഓർത്തോർത്ത് ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്ന ഒരു പതിവുണ്ട്. എന്നാൽ നാം മാറ്റി നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനത്തെയാണ്. ദൈവം എന്താണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, അത് ഞാൻ ഓർക്കുന്നുണ്ടോ, ഞാനത് സംസാരിക്കുന്നുണ്ടോ, അതോർത്ത് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ, അതോർത്ത് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. മറ്റ് പലരുടെയും വാക്കുകൾ ഇന്ന് നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ആരൊക്കെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിലകൊള്ളുന്നുവോ അവർക്ക് ദൈവത്തിൽ നിന്നും പ്രതിഫലമുണ്ട്. നിങ്ങളുടെ നീതിക്ക്, നിങ്ങളുടെ വിശ്വസ്തതയ്ക്ക് കർത്താവിൽ നിന്നും പ്രതിഫലം ലഭിച്ചിരിക്കും. ഈ രാത്രിയിൽ നമ്മെ സന്തോഷിപ്പിച്ച വാക്കുകൾ, നമ്മെ വേദനിപ്പിച്ച വാക്കുകൾ, വ്യക്തികൾ, ഇവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ സന്തോഷവും ദുഃഖവും ആകുലതകളെയും എല്ലാം കർത്താവിന് നൽകി ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 58:11 വാക്യം: നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്, തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും. ഇന്ന് രാത്രിയിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അധ്വാനം കർത്താവിൽ പൂവണിയും. നിങ്ങളുടെ അധ്വാനം കർത്താവിൽ വിഫലമാവുകയില്ല. നിങ്ങളുടെ പ്രതിഫലം കർത്താവാണ് നൽകുന്നത്. ആര് എന്ത് നമുക്ക് വേണ്ടി ചെയ്താലും അത് സ്വാർത്ഥ താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാകാം. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മോടുള്ള അനന്തമായ സ്നേഹവും കരുതലും കാരണമാണ്. അവിടുത്തേക്ക് നാം നന്ദി അർപ്പിക്കുക. ഇന്ന് വരെ അവിടുന്ന് നമ്മോട് സംസാരിച്ചിട്ടുള്ള വാക്കുകളെ ഓർത്ത് നന്ദി പറയുക. ഇന്ന് വരെ കർത്താവ് നമുക്കുമേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുക. ഇന്ന് നാം സംഭ്രമിച്ചിരിക്കുന്ന, വേദനിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. കർത്താവ് ഇടപെടാൻ വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന വിഷമഘട്ടങ്ങളിൽ നിന്റെ ശക്തമായ ഇടപെടലുണ്ടായി ഞങ്ങളുടെ ആകുലതകളെ അകറ്റി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ഈശോയെ ഞങ്ങളെ നീ സന്ദർശിക്കണമേ. കർത്താവേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ അരുളി ചെയ്യപ്പെട്ടത്: എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ, ശ്രദ്ധാപൂർവം എൻ്റെ വാക്ക് കേൾക്കുവിൻ എന്ന് അരുളി ചെയ്ത ഈശോനാഥ, അങ്ങയുടെ സ്വരം ശ്രവിക്കുന്നതിനും അങ്ങയുടെ വാക്ക് കേൾക്കുന്നതിനും അതനുസരിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ ദൈവസ്വരത്തിന് ഉപകർത്താവേ എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം കടന്നു വന്നു. ആർക്കും ഞങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ ഞങ്ങളെ തകർക്കുകയും തളർത്തുകയും ചെയ്യുമ്പോൾ കർത്താവേ, നിന്റെ വാക്കുകൾ ഞങ്ങൾ ശ്രവിച്ചാൽ ഒരിക്കലും ഞങ്ങൾക്ക് പരാജയം ഉണ്ടാവുകയില്ല എന്ന് ഉറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ദൈവസ്വരം തിരിച്ചറിയാനും അത് വിശ്വസിക്കാനും അത് ഏറ്റെടുത്ത് അനുസരിക്കാനും ഇന്നു മുതൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്റെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് ശക്തി നൽകിയത്. ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളെ അറിയാവുന്ന എല്ലാവരും കർത്താവേ, സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടെ ഞങ്ങളെ സമീപിക്കുമ്പോൾ, ഞങ്ങളെ കേൾക്കുമ്പോൾ കർത്താവേ, നീ മാത്രം ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. നീ മാത്രമാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവൻ. നീ മാത്രമാണ് ഞങ്ങളെ കരുതുന്നവൻ.
നീ മാത്രമാണ് ഞങ്ങളെ വിശ്വസിക്കുന്നവൻ. കർത്താവേ, ഞങ്ങളുടെ അവിശ്വാസത്തെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ അവിശ്വാസം മാറ്റി ദൈവത്തിൽ ആഴപ്പെട്ട് വിശ്വസിക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും കർത്താവിൽ നിന്ന് സ്വീകാര്യമാക്കി എടുക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ നീ ഇടപെടണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ വിശ്വസിച്ച് നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കത് നൽകിയിരിക്കും എന്നരുളി ചെയ്ത ഈശോനാഥ, വിശ്വാസത്തോടെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. നിന്നോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെ മറന്ന് ഞങ്ങളോട് കരുണ കാണിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത് നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്താൽ ഞങ്ങൾക്കുള്ള എല്ലാ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ നീ സാധിച്ചു തരണമേ. ഞങ്ങളുടെ ബലഹീനാവസ്ഥയിൽ നീ ഇടപെടണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ വ്യക്തികളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നിൽ സുരക്ഷിതരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ നാളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ഇന്ന് എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ കർത്താവിനു വേണ്ടി ഞാൻ ചെയ്താൽ എൻ്റെ നാളത്തെ ദിവസം സുരക്ഷിതമാണ്. കർത്താവിൽ ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതയാണ് എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഇന്നു മുതൽ കർത്താവെ, ഞാൻ ജീവിക്കുന്നെങ്കിൽ അത് നിനക്ക് വേണ്ടി, ഞാൻ മരിക്കുന്നെങ്കിൽ അത് നിനക്ക് വേണ്ടി, ഞാൻ ജോലി ചെയ്യുന്നെങ്കിൽ അത് നിനക്ക് വേണ്ടി, ഞാൻ ജോലി ചെയ്യുന്നില്ല എങ്കിൽ അത് നിനക്ക് വേണ്ടി. ദൈവമേ, നീയാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം. എന്നാൽ ഈ ലോകം, അതിലുള്ള സകല വ്യക്തികളും കടന്നു പോകും. ഈ ലോകത്തിലുള്ള സകല സമ്പത്തും കടന്നു പോകും. എന്നാൽ എൻ്റെ ദൈവമായ എൻ്റെ സമ്പത്ത്, ആ സമ്പത്ത് ഞാൻ നേടിയെടുത്താൽ, എൻ്റെ കർത്താവായ എൻ്റെ സമ്പത്ത് ഞാൻ നേടിയെടുത്താൽ എനിക്കൊരിക്കലും കുലുക്കം സംഭവിക്കുകയില്ല, എനിക്കൊരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല. എന്തെന്നാൽ കർത്താവാണ് എൻ്റെ സമ്പത്ത്, എൻ്റെ ദൈവമാണ് എൻ്റെ സമ്പത്ത്. കർത്താവായ യേശു ക്രിസ്തുവേ, ഇന്നു മുതൽ നീയാണ് എൻ്റെ സമ്പത്ത്, നീയാണ് എൻ്റെ പരിപാലകൻ, നീയാണ് എൻ്റെ സഹായകൻ, നീയാണ് എൻ്റെ രക്ഷകൻ. ഞാൻ നിന്നിൽ പൂർണ്ണമായും അഭയം തേടുന്നു. നീയാണ് ഞങ്ങളുടെ വൈദ്യനും രോഗശാന്തിയും നീ തന്നെയാണ്. കർത്താവേ, നിന്റെ സ്വരം ശ്രവിക്കുവാനും നിന്നെ അനുസരിക്കാനും നിന്റെ വാക്ക് ശ്രദ്ധാപൂർവം കേട്ട് നിന്നെ അനുസരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്നുവരെ നിന്റെ സന്നിധിയിൽ ചെയ്തു പോയ തെറ്റുകളെ, പിഴവുകളെ, പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞാൻ ഈ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഇന്നത്തെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഉറക്കമില്ലായ്മയെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും മോചനം നൽകി പൂർണ്ണ വിടുതൽ നൽകി സൗഖ്യം നൽകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥ മാറിപ്പോകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്തുവിൽ ഇവർ സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നിൽ ആഴപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഈ രാത്രിയിൽ നിന്റെ കാരുണ്യവും കരുതലും അയക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിന്നെ പൂർണ്ണമായും ആശ്രയിക്കാൻ നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന വിശ്വാസത്തോടെ നിന്നിൽ പൂർണ്ണമായും ശ്രദ്ധയർപ്പിക്കുവാൻ, നിന്റെ വാക്കുകളെ ഓർക്കുവാൻ, നിന്റെ വാക്കുകളെ അനുസ്മരിക്കുവാൻ, നിന്റെ വാക്കുകളെ ശ്രദ്ധാപൂർവം കേട്ട് അനുസരിക്കാൻ കർത്താവേ, ഞങ്ങളെ ഇനി മുതൽ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിമാന്റെ വാക്ക് കേൾക്കുന്നവൻ നീതിമാനാണ്, നീതിമാന്റെ വാക്കുകൾ അനുസരിക്കുന്നവനും നീതിമാനാണ്. അതിനാൽ കർത്താവേ, നീതിമാനായ അങ്ങയുടെ നീതിയുക്തമായ വാക്കുകളെ ശ്രവിച്ച് അതനുസരിക്കുവാനും അങ്ങനെ ദൈവനീതിക്ക് ഞങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാകുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും വിഷമങ്ങളും മനസ്സിൻ്റെ എല്ലാ ഭയവും ഈ രാത്രിയിൽ നീ എടുത്തു മാറ്റി
ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. എന്തൊക്കെ ഈ ലോകത്തിൽ നിന്ന് വിട്ടകന്നാലും എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിച്ചാൽ എനിക്കൊന്നും നഷ്ടമാവുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ ദുഷ്ടസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അതിരാവിലെ നിന്റെ കാരുണ്യം അനുഭവിക്കാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പാപഭാരങ്ങൾ എടുത്തു മാറ്റി സുഖമായ നിദ്ര നൽകി നമ്മോട് കരുണ കാണിക്കട്ടെ. നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് സാധിച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.